തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പൈവളിക, പുൽപ്പള്ളി, പെരിയ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് BJP സഹകരണം. പൈവളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. കാസർഗോഡ് പുല്ലൂർ, പെരിയ പഞ്ചായത്തിൽ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും BJP വോട്ട് UDFന് ലഭിച്ചു. പുൽപ്പള്ളിയിൽ BJPയുടെ വോട്ട് സ്വീകരിക്കാനുള്ള ധാരണയുണ്ടായിരുന്നില്ല എന്ന് വയനാട് DCC അധ്യക്ഷൻ TJ ഐസക് പറഞ്ഞു. BJPയുമായി ധാരണയിലെത്താൻ മറ്റാരും ഇടപെട്ടതായി പരാതി വന്നിട്ടില്ല എന്നും വന്നാൽ പരിശോധിക്കുമെന്നും TJ ഐസക് 24നോട് പ്രതികരിച്ചു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ അംഗങ്ങളെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് BJP മെമ്പർമാർ വോട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വോട്ട് ചെയ്ത് അവർ ജയിച്ച സാഹചര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ അവർക്ക് രാജിവെക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ ആ രീതിയിൽ ഒരു ചർച്ച നടത്തിയതായി എൻ്റെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. എൻ്റെ മുമ്പിൽ അങ്ങനെ പരാതി വരികയാണ്, ഞാനതും പരിശോധിക്കും. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ അംഗങ്ങളെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.